BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ശോച്യാവസ്ഥ നേരിടുന്ന അങ്കമാലി KSRTC ഡിപ്പോയുടെ നവീകരണത്തിന് നടപടിയാകുന്നു. ഡിപ്പോയുടെ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചതായി റോജി M. ജോൺ അറിയിച്ചു. യാർഡ് നവീകരണ പദ്ധതിക്കാണ് ആദ്യം ശുപാർശ നൽകിയെങ്കിലും അറ്റകുറ്റപ്പണിക്ക് MLA ഫണ്ട് വിനിയോഗിക്കാനുള്ള ശുപാർശ തള്ളുകയായിരുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച KSRTC ബസ് ടെർമിനൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം തുടക്കം മുതൽ അതീവ ശോച്യാവസ്ഥയിലാണ്. മഴക്കാലമാകുമ്പോൾ വെള്ളം കയറി യാർഡ് കുണ്ടും കുഴിയുമാകുന്ന അവസ്ഥയാണ്. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും MLA നിവേദനം നൽകിയിരുന്നു. അങ്കമാലി KSRTC ടെർമിനലിലെ കുഴികളും വെള്ളക്കെട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും പ്രവൃത്തിയുടെ അടിയന്തര പ്രാധാന്യവും കണക്കിലെടുത്ത് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ പ്രത്യേക അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLA വീണ്ടും സർക്കാരിനെ സമീപിച്ചതോടെയാണ് 30 ലക്ഷം രൂപ വിനിയോഗിക്കാൻ അനുമതി ലഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥയും അധികാരികളുടെ നിരുത്തരവാദിത്തവും സംബന്ധിച്ച പലതവണ വാർത്ത വന്നിരുന്നു. കടമ്പ്രയാറിലേക്ക് ഒഴുകിയെത്തുന്ന മലിനജലവും മാലിന്യവും മൂലം കടമ്പ്രയാറിലെ മത്സ്യസമ്പത്ത് കൂട്ടത്തോടെ നശിക്കുന്നു. വിവിധ സ്വകാര്യ കമ്പനിയിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും മലിനജലവും രാസമാലിന്യവും കടമ്പ്രയാറിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതുമൂലം കടമ്പ്രയാറിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞ അവസ്ഥയിലാണ്. പലപ്പോഴും രാസമാലിന്യം കടമ്പ്രയാറിലേക്ക് ഒഴുകുന്നതിനെ തുടർന്ന് മത്സ്യം കൂട്ടത്തോടെ ചത്തുപോകുന്നതും നിത്യസംഭവമാണ്. കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല പ്രാവശ്യം കടമ്പ്രയാറിലെത്തുകയും വെള്ളം പരിശോധനയ്ക്കായി എടുത്തെങ്കിലും മലിനീകരണം എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായില്ല. വെള്ളത്തിന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും അതിനാൽ വെള്ളത്തിൽ ഇറങ്ങാനാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നാടൻ മത്സ്യങ്ങളുടെ കലവറ എന്നാണ് കടമ്പ്രയാറിനെ നാട്ടുകാർ വിശേഷിപ്പിച്ചിരുന്നത്. നാട്ടുകാർ വൈകുന്നേരങ്ങളിൽ മത്സ്യം പിടിക്കുന്നതിന് പുറമെ ഈ പ്രദേശങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികളും ഉണ്ടായിരുന്നു. പുല്ലും പായലും നിറഞ്ഞതോടെ കടമ്പ്രയാറിലേക്ക് വലയിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പലപ്പോഴും കടമ്പ്രയാറിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചെങ്കിലും ബാറ്ററി ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നതിനാൽ കൂട്ടത്തോടെ ചാവുന്നതും നിത്യസംഭവമാണ്. കിഴക്കമ്പലം, കുന്നത്തുനാട്, എടത്തല, വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്തിലും നിരവധി തൊഴിലാളികളും ഈ തൊഴിലിൽ നിന്ന് പിന്മാറിയ അവസ്ഥയാണ്. കടമ്പ്രയാർ ടൂറിസം പദ്ധതി കുന്നത്തുനാടിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അന്ന് ടൂറിസം മേഖലയോടൊപ്പം മത്സ്യസമ്പത്തും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മെട്രോ കാക്കനാട് പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തിക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടയിൽ ജലവിഭവ വകുപ്പിന്റെ 200 mm കുടിവെള്ള പൈപ്പ് പൊട്ടി. സീപോർട്ട് എയർപോർട്ട് റോഡിൽ TV സെന്റർ ദർശൻ നഗറിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് 3:00-ഓടെയാണ് പൈപ്പ് പൊട്ടിയത്. ചിറ്റേതുകരയിൽ പൂർണ്ണമായും ഈച്ചമുക്ക്, തുതിയൂർ ഭാഗങ്ങളിൽ ഭാഗികമായും കുടിവെള്ളം മുടങ്ങി. പൈപ്പിൽ നിന്നുള്ള വെള്ളത്തിന്റെ മർദ്ദം കുറയ്ക്കാൻ സുരഭി നഗറിലേക്കുള്ള വാൽവ് പൂട്ടിയതോടെ ഇരുഭാഗങ്ങളിലും ഭാഗികമായി ജലവിതരണം മുടങ്ങി. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ അരികു ചേർന്നാണ് കൊച്ചി റിഫൈനറിയിലേക്കുള്ള നാഫ്ത, ഡീസൽ കുഴലുകൾ കടന്നു പോകുന്നത്. അശ്രദ്ധ മൂലം ഈ പൈപ്പുകൾ തകർന്നാൽ വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. മെട്രോ റെയിൽ അധികൃതരോ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യമില്ലാതെയാണ് ഇവിടെ കുഴിയെടുത്തതെന്നും കരാറുകാരന്റെ അനാസ്ഥയാണ് പൈപ്പ് പൊട്ടാൻ കാരണമായതെന്നും വാർഡ് കൗൺസിലർ CC വിജുവും പ്രദേശവാസികളും പറഞ്ഞു. തൃക്കാക്കര ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. സിവിൽ സ്റ്റേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്. വിവിധ സർക്കാർ വകുപ്പുകളിൽ സ്ഥിര താൽക്കാലിക നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ ആളെ ജീവനക്കാർ പിടികൂടി തൃക്കാക്കര പോലീസിന് കൈമാറിയെന്നും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും കളക്ടർ അറിയിച്ചു. PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവ മുഖേന നടത്തുന്ന പരീക്ഷകൾക്കും അഭിമുഖത്തിനും മറ്റും നടപടിക്രമങ്ങൾക്കും ശേഷമാണ് സർക്കാർ വകുപ്പുകളിൽ ജോലി നേടാൻ കഴിയുക. പണം നൽകി ജോലി ലഭിക്കുമെന്ന ചതിക്കുഴികളിൽ പൊതുജനം വീഴരുതെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി.
അങ്കമാലിയെ ചുറ്റിയൊഴുകുന്ന മാഞ്ഞാലി തോട് വറ്റി. തോടൊഴുകുന്ന സമീപത്തെ കിണറുകളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. ഒട്ടേറെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും പ്രതിസന്ധിയിലായി. മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്ന് ഉറവ ഉണ്ടായിരുന്നതിനാൽ തോട്ടിൽ എപ്പോഴും വെള്ളമുണ്ടായിരുന്നു. എന്നാൽ ഉറവയുടെ സാധ്യതകൾ അടഞ്ഞതോടെയാണ് തോട് പൂർണ്ണമായി വറ്റിയത്. ഒട്ടേറെ കുടുംബങ്ങളാണ് തോടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളത്. പെരിയാറിൽ നിന്നും തോട്ടിലേക്കുള്ള കൈവഴി അടഞ്ഞതിൽ പിന്നെ രണ്ടാം തവണയാണ് തോട്ടിൽ വെള്ളമില്ലാതാകുന്നത്. പെരിയാറിൽ നിന്നും മാഞ്ഞാലി തോട്ടിലേക്കുള്ള കൈവഴി പുനഃസ്ഥാപിക്കണമെന്ന കർഷകരുടെ ആവശ്യം യാഥാർത്ഥ്യമായിട്ടില്ല. മാഞ്ഞാലിത്തോട്ടിൽ വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ ഒട്ടേറെ കർഷകരെ ഇത് ബാധിക്കും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പെരിയാറുമായുള്ള തോട്ടിലേക്കുള്ള കൈവഴി അടഞ്ഞത്. ഭൂരിഭാഗം സമയങ്ങളിലും തോടിന്റെ പരിസരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറുണ്ട്. വെള്ളക്കെട്ടിനെ തുടർന്ന് തോടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ തുള്ളി വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. തോടിന്റെ സമഗ്ര പുനരുദ്ധാരണത്തിനായി സമർപ്പിച്ചിട്ടുള്ള പദ്ധതികൾക്കൊന്നും സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ സഹായത്തോടെ കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം തയ്യാറാക്കിയ മാഞ്ഞാലി തോടിന്റെ പുനരുദ്ധാരണ കർമ്മ പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.